എന്നാൽ പിന്നെ സൺഡേ ആയിട്ടൊരു ചീറ്റ് മീലിൻ്റെ ഒരു ലഞ്ച് സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കാര്യമായിട്ട് സംസാരിച്ച് എന്തൊക്കെയോ പുറപുറത്ത് നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് മൈക്ക് കുത്താതെയാണ് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നത്. എന്തൊക്കെയാ കാര്യങ്ങൾ, എൻ്റെ ഡയറ്റിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, അതെല്ലാം മറന്നു പോയിട്ടാ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോഷൻ കൺട്രോൾ, നമ്മൾ ഈ വണ്ണം കുറച്ചതിന് ശേഷവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോഷൻ കൺട്രോളാണ്. പിന്നെ സൺഡേ ചീറ്റ് മീലാണ്. എന്നിരുന്നാലും ഞാൻ എടുക്കുന്നത് ചിക്കൻ ഓയിലി ഫ്രൈ ഒന്നും അല്ല കേട്ടോ. ഇത് ഇതേപോലെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്, ഓയിലൊന്നും ഇല്ലാതെ. ഓയിലി വറുത്തതും ഈ ഓയിലല്ലാതെ വറുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അധികമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മളെപ്പോഴും ഡയറ്റ് കഴിഞ്ഞാലും ഈ ഒരു പോഷൻ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. എന്തെങ്കിലും സാലഡിനൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സവാളയും കുക്കുംബറും ഇല്ലെങ്കിൽ അതിന് പകരം തക്കാളിയും നമ്മുടെ കയ്യിലുള്ള വെള്ളരിക്കായോ അങ്ങനെ എന്തെങ്കിലും കൂടി എടുത്ത് ഇതേപോലെ നമുക്ക് പ്ലേറ്റിനെ അലങ്കരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ ഉൾപ്പെടെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാര്യം ശ്രദ്ധിച്ചൊക്കെ വീഡിയോ ചെയ്യേണ്ടേ, ബാക്ക് വശമൊക്കെ ഭയങ്കര വൃത്തികേട്, എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇന്ന് ഈ നിമിഷം ഇടാൻ പറ്റുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അപ്പം അതിന് കാരണമായത് നമ്മൾ ഈ ഡയറ്റ് ചെയ്തെങ്കിലും ഈ പോഷൻ കൺട്രോളിൽ പോകുന്നതാണ്. ചിലർ പറയുന്ന കേട്ടില്ലേ, എത്ര ഡയറ്റ് ചെയ്താലും, ഞാൻ എന്ത് ഡയറ്റ് ചെയ്താലും എല്ലാം നിർത്തുമ്പോഴത്തേക്കും വീണ്ടും വണ്ണം തിരിച്ചു വരുമെന്ന്. അത് നമ്മുടെ തന്നെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. എത്ര തന്നെ കഷ്ടപ്പെട്ടാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, 1 കിലോ കുറയ്ക്കാൻ നമുക്കൊരു മാസം വേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ 1 കിലോ കൂട്ടാനായിട്ട് ഇന്നൊരു ദിവസം എടുക്കുന്ന ഫുഡ് മാത്രം മതി. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വണ്ണത്തെ കൺട്രോൾ ചെയ്യാനും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് ലോങ് കൊണ്ടുപോകാനും സാധിക്കും. എന്നും നമുക്ക് ഡയറ്റുമായിട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ ചീറ്റ് മീൽ ഇന്നത്തെ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടേത് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.